Watch full episodes on Jio Hotstar. അല്ല സാറേ, ഇന്നലെ രാത്രി ഏത് സിനിമയാ കണ്ടേ? അതൊരു ഹൊറർ ഫിലിം ആയിരുന്നു. എല്ലാ പാഠങ്ങളും നല്ലോണം പഠിച്ചോളണം. അതായത് നിങ്ങളുടെ മാത്തമാറ്റിക്സിന് മാർക്ക് എന്താ പറയാ? ഇതാരാണ് മുടിയഴിച്ചിട്ട് ഇവിടെ നിൽക്കണത്? നീ എന്തിനാണ് സ്കൂളിൽ വന്നത്? മാഡം, അതിനിപ്പോ എന്ത് പറ്റി? സ്കൂളിൽ വരരുതെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ, എന്നിട്ടും എന്തിനു വീണ്ടും വന്ന്? എപ്പോഴാ എന്നോട് പറഞ്ഞത്? അല്ല മാഡം, മാഡത്തിന് എന്താ പറ്റിയത്? ഇതെന്താണ് മുടി ഇങ്ങനെ പറന്നോണ്ടിരിക്കണത്? നിങ്ങളെ കണ്ടിട്ടൊരു പ്രേതത്തിനെ പോലെ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താ പറ്റിയേ? നീ ദൂരെ മാറിപ്പോ. എന്റെ വാക്കനുസരിക്കാതെ നീ ഇങ്ങോട്ട് വന്നില്ലേ സക്സേന, ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല, വെറുതെ വിടില്ല. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. എന്നൊന്നും ചെയ്യല്ലേ, എന്നെ വെറുതെ വിട്ടേക്ക്. ആരെങ്കിലും മെല്ലെ താഴെ ഇருக்கு. അയ്യോ അയ്യോ, ആരെങ്കിലും മെല്ലെ താഴെ ഇருக்கு. ആരെങ്കിലും എന്നെ രക്ഷിക്കാൻ വായോ. അയ്യോ എന്താ ഈ കേക്കുന്നത്? ഭൂതം ഉണ്ടെന്നൊക്കെ പറയുന്നല്ലോ, എവിടെയാണ്? അവിടെയുണ്ട്, അവിടെയുണ്ട് ഭൂതം. നിന്നോട് വരരുതെന്ന് പറഞ്ഞതല്ലേ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്ത് പറഞ്ഞിട്ടില്ലെന്നോ? വേണ്ട വേണ്ട. എന്താ പറയുന്നത്? ഭൂതം എവിടെ? എവിടെന്നാ ചോദിച്ചത്? ശിവ, അത് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ അവിടെ ഞാൻ കണ്ടു. ഓഹോ രേവ, ശരിക്കും പറ, ഭൂതം എവിടെയാ? ഭൂതമായിരുന്നു. ശരിക്കും ആലോചിച്ചു പറ, എവിടെയാണ് എവിടെയാണ്? പറ. മാം, ഒരു മിനിറ്റ് നോക്കൂ. ആ കുട്ടിക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്ക്. ഏയ് കുട്ടി, നിനക്ക് എന്താ വേണ്ടത്? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അയ്യോ, ശിവയെ ഭൂതം തന്നെ ഓടിക്കാം. രക്ഷപ്പെട്ടോ, ഭൂതം ഭൂതം ഭൂതം. അവിടെ നിൽക്കാനാ പറഞ്ഞത്.
ഇതിന്റെ അകത്തോട്ട് ഓടിക്കറിയത്. എന്താ ശിവ? അവരെല്ലാരും കൂടി ഇതിനകത്ത് ഓടി വന്നു, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. വന്നോളൂ, ആ കുട്ടികളൊക്കെ പോയി. വേഗം ഇവിടുന്ന് ഓടിക്കോ. അല്ല, ഞാൻ എങ്ങനെയാ ഭൂതമായി മാറുന്നേ? ഇത് ഭൂതം തന്നെയാണ്. മുടിയൊക്കെ പറക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾ എല്ലാവരും കണ്ടു. ചോദിച്ചു ചോദിക്കോ. അത് കൊള്ളാം. എന്റെ മുടി എങ്ങനെയാ പറക്കുന്നത്? വിശ്വാസമില്ലെങ്കിൽ CCTV ക്യാമറയുടെ ഫുട്ടേജ് ഒന്ന് നോക്ക് സാറേ. നോക്കിക്കോ. സാറേ കണ്ട എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത്? ലഡു സിംഗ് സാർ ഒന്ന് എഴുന്നേൽക്കൂ. അത് CCTV ഫുട്ടേജ് ആയിരുന്നു. നിങ്ങൾ എന്തിനാ പേടിച്ചത്? അത് ഭൂതമല്ല. പ്രീതു മാഡം, ഇത് നിങ്ങൾ തന്നെയാണല്ലോ. അതെ, ഞാൻ തന്നെയാണ്. പക്ഷേ ഞാൻ എങ്ങനെ ഭൂതമായി മാറുന്നേ? ചിലപ്പോ നിങ്ങളുടെ ദേഹത്തുള്ള പ്രേതം കൂടി കാണും. ഞാൻ കണ്ടതാ സാറേ. ഇനി എനിക്കിവിടെ പഠിപ്പിക്കാനാവില്ല. ഞാൻ പോവാണപ്പാ. കുട്ടികളെ പേടിപ്പിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ആരിവിടെ പഠിക്കാൻ വരില്ല. സക്സേന, നിന്നോട് പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരരുതെന്ന്? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നോടൊന്ന് വരണ്ടെന്ന് നിങ്ങൾ ആരും പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിനക്ക് ഞാൻ തരുന്ന പണി എന്താണെന്ന് നീ നോക്കിക്കോ. ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനു നീ ഇങ്ങോട്ട് വന്നു? പറഞ്ഞ അനുസരണമില്ലാത്തവനെ, എന്തിനു നീ ഇങ്ങോട്ട് വന്ന്? ശിവ, ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. ആ ഭൂതം ഇവിടെയുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് രേവ. പെട്ടെന്ന് അങ്ങോട്ട് വരാം. ഞാൻ ജോലി രാജിവെക്കുകയാണ്. ഇനി ഞാൻ ഒരിക്കലും ഈ സ്കൂളിലേക്ക് വരികയില്ല. ലഡു സിംഗ് സാർ എവിടെ? ശിവ, നീ വന്നോ? എവിടെ പോയി ആ ഭൂതം? ഞാനതിനെ വെറുതെ വിടില്ല. എവിടെ അത് പറ. ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ വരെ ഏതെങ്കിലും കള്ളൻ മോഷ്ടിക്കാൻ പോയി കഴിഞ്ഞാൽ എന്റെ പേര് കേട്ട അപ്പൊ തന്നെ അവിടുന്ന് സ്ഥലം വിടുവൻ. എനിക്ക് ഈ ഭൂതത്തിനൊന്നും പേടിയില്ല. എവിടെ പോയി ആ ഭൂതം? സാറിന്റെ പുറകെ തന്നെ ഭൂതം നിപ്പുണ്ട്. എന്റെ പുറകെ ഉണ്ടെന്നോ? ഈ ഭൂതം പ്രേതം ഒന്നുമില്ല. ഈ സത്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാ. ഓക്കേ, ഇതിലെല്ലാരും ഉറച്ചു നിൽക്കണം. ഭൂതങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിൽ 2 കിണറുണ്ടായിരുന്നു. അതിൽ ഒരു കിണർ ഗ്രാമത്തലവൻ മാത്രം യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഗ്രാമത്തിലാകെ കിംവദന്തി പരത്തപ്പെട്ടു. ഒരു കിണറ്റില് ഭൂതമുണ്ടെന്ന്. അങ്ങനെ ജനങ്ങളൊന്നും ആ കിണറിന്റെ അടുത്ത് പോകാതായി. ഗ്രാമത്തലവൻ ആ ഒരു കിണറിന് സ്വന്തമാക്കി വെള്ളം എടുത്തോണ്ടിരുന്നു. നീ ഭയങ്കര മിടുക്കനാ. നീ ഈ കാര്യം പെട്ടെന്ന് സോൾവ് ചെയ്തല്ലോ. ഞാനതിനെന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. രേവ പറഞ്ഞതിനർത്ഥം ഗ്രാമത്തലവൻ എല്ലാരെയും എങ്ങനെയൊക്കെ പേടിപ്പിച്ചോ അതേപോലെ ഇവിടെ ആരോ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്യുന്നെന്നാ. യോ ജീനിയസ് ആദി. അത് എന്റെ കുട്ടിക്കാലം മുതലായിരുന്നു. പക്ഷെ ഇതുവരെ എനിക്ക് അഹങ്കാരം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടാ. നമ്മൾ റിതു മാമിനെ എങ്ങനെയെങ്കിലും ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ തെളിവ് ലഭിക്കുകയുള്ളൂ. സ്കൂളില് പാമ്പും കീരിയും പോലെയാണല്ലോ. ഇപ്പൊ ഇവര് ഒന്നിച്ചാണല്ലോ പോകുന്നത്. ഇത് ഏത് സ്ഥലമാണ്? ഇത്
നമ്മുടെ പുതിയ ലിറ്റിൽ ഫ്ലവർ ഇന്റർനാഷണൽ സ്കൂളിന്റെ ട്രസ്റ്റിയുടെ വീടാണല്ലോ. അവർ രണ്ടുപേരും എന്തിനാ അങ്ങോട്ട് പോയത്? വരൂ നമുക്ക് നോക്കാം. നിങ്ങൾ വിട്ടോ, ഞാൻ പൈപ്പിലൂടെ മുകളിലേക്ക് കേറി വന്നോളാം. ഞാനും ഒന്ന് പൈപ്പിലൂടെ കേറി നോക്കട്ടെ. സെക്കൻഡ് ഫ്ലോറിലുണ്ടാവും. വഴുക്കുന്നു. ഇവിടുന്നെങ്ങാനും ഞാൻ താഴേക്ക് വീണ് കഴിഞ്ഞ എന്റെ അമ്മോ. താഴേക്ക് നോക്കരുത് ലഡ്ഡു സിംഗ്. പൈപ്പ് വഴി മുകളിലേക്ക് വരാന്ന് ആവശ്യമില്ലാതെ എന്തിനാ പറഞ്ഞേ? ലിഫ്റ്റ് വഴി പോയാ മതിയായിരുന്നു. ആവശ്യമില്ലാതെ പൊല്ലാപ്പൊക്കെ ഏറ്റെടുത്തു. അല്ല ശിവ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞല്ലോ. അതെ അതെ, അല്ല പൈപ്പ് പൊട്ടിപ്പോയല്ലോ. ശിവ രക്ഷിക്കണേ. എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതെ എനിക്ക് കേക്കുന്നുണ്ടെന്നേ. അത് എന്നോട് ആരോ ചോദിക്കുന്നു എനിക്ക് കേക്കാൻ പറ്റുന്നുണ്ടോന്ന്. അത് ഞാനല്ല ചോദിച്ചത്. എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ? അവരെന്തൊക്കെയോട് സംസാരിക്കുന്നേ? അതെ അതെ രേവ, എനിക്ക് കേക്കുന്നുണ്ട്. അവരെന്താ സംസാരിച്ചോണ്ടിരിക്കുന്നെന്ന്. എനിക്ക് നിന്റെ ശബ്ദവും നന്നായിട്ട് കേക്കുന്നുണ്ട്. നീ ഇത് എവിടെയാണ്? നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് സാർ. അല്ല സാറിന് ഇവിടെ എന്താ പണി? മുകളിലേക്ക് പോയിക്കേ. ഏ ശിവ, അവിടെ എന്താ കണ്ടത്? ശരി, ഞാനത് പിന്നെ പറയാം. ഇല്ല ഇല്ല, ഇനി എന്റെ മക്കൾ ഇവിടെ പഠിക്കൊന്നുമില്ല. ഇവിടെ ഭൂതം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവന് സ്കൂളിൽ പോകണ്ടെന്നാ പറയുന്നത്. ഞങ്ങളുടെ മക്കളുടെ ലീവിംഗ് സർട്ടിഫിക്കറ്റ് തന്നേക്കൂ. സമാധാനിക്കൂ, സമാധാനിക്കൂ, നിങ്ങളൊന്ന് സമാധാനിക്കേ. ഈ സ്കൂളിൽ ഭൂതവും പ്രേതവും ഒന്നുമില്ല. ഇത് വെറും കിംവദന്തിയാണ്. ഞാൻ എല്ലാം സോൾവ് ചെയ്യാണ്. തിരിച്ചു പോകൂ. ഈ സ്കൂളിൽ ഭൂതങ്ങളില്ല. തിരിച്ചു പോകൂ. കുട്ടി, നിനക്ക് എന്താണ് പറ്റിയത്? നീ എന്താണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാൻ നോക്കുന്നത്? പറ. ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഭൂതങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. റീതു മാം, നിങ്ങൾ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് ദയവ് ഇതൊരു സൈഡിലേക്ക് മാറി നിൽക്കാം. കാരണം നിങ്ങളുടെ ശിങ്കടികളെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോ നിങ്ങൾക്ക് എങ്ങാനും തല്ലുകൊണ്ടാലോ. മര്യാദക്ക് തിരിച്ചു പോ കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഹലോ അങ്കിൾ.
കുട്ടിയെ മര്യാദക്ക് പൊക്കോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ എന്റെ ഈ ഗ്ലൗസ് അവിടെ പോയി. ഗ്ലൗസിന്റെ ശക്തി കൊണ്ടല്ലേ നിങ്ങൾ ജനങ്ങളെയൊക്കെ ഇടിച്ചോണ്ടിരുന്നത്. ഈ ശിവ എല്ലാം കണ്ടുപിടിച്ചല്ലോ. ഓ, ഇവിടുന്ന് ഇനി പോകുന്നതാ നല്ലത്. ആ, ഓ. Wait! You are under arrest, madam. എന്നെ നീ അറസ്റ്റ് ചെയ്യുമോ? ഇല്ല. ഞാനത് വെറുതെ പറഞ്ഞതാണ് മാഡം. ലഡു സിംഗ് സാറേ, എണീക്ക്. ഇത് ഭൂതമൊന്നും അല്ല. ഓക്കെ, ഞാൻ ശിവയോടൊപ്പം മുകളിലേക്ക് പോയിക്കോളാം. മുകളിലെ ഭൂതത്തെ നോക്കിക്കോളാം. നിങ്ങൾ ഇതിനെ നോക്കിക്കോ. നിങ്ങൾ മിണ്ടാതെ നിന്നോണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഇവിടെ ഭൂതങ്ങള് ബാക്കി വല്ലതും ഉണ്ടോ? വേണ്ട. ഹലോ സക്സേന സർ, നിങ്ങൾ അഭിനയിക്കാൻ വളരെ മിടുക്കനാ. എന്തായാലും അവിടെ നിൽക്കാതെ ഇവിടെ വന്നൊന്ന് നിൽക്ക്. ശിവ, നീ ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഞാൻ ഇവരോടൊപ്പം കൂടിയാണ് ചെയ്യണേന്ന്. ഞാൻ നിങ്ങളെയും ഋതു മേഡത്തിനെയും ഫോളോ ചെയ്തു. അപ്പൊ ഞാൻ അവിടെ വെച്ച് കണ്ടത് എന്താന്ന് വെച്ചാൽ, ചേട്ടാ ബോസേ, ഭൂതത്തിന്റെ പ്ലാനൊക്കെ വളരെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ നാട്ടുകാരൊക്കെ വിശ്വസിച്ചു തുടങ്ങി അവിടെ ഭൂതമുണ്ടെന്ന്. ഇനി ഒരു കുട്ടി പോലും ആ സ്കൂളിൽ പഠിക്കാൻ വരില്ല. ഇനി എല്ലാ കുട്ടികളും സാറിന്റെ പുതിയ ഇന്റർനാഷണൽ സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിക്കാൻ വരും. ഗുഡ്, വെരി ഗുഡ്. ഞാൻ നിങ്ങൾ രണ്ടുപേരെയും ഈ സ്കൂളിന്റെ പാർട്ട്ണർ ആക്കിയേക്കാം. ലഡു സിംഗ് സർ, അറസ്റ്റ് them and Mr. Chadov International School. ദാ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യാ ശിവ. എല്ലാ കാര്യങ്ങൾക്കും വളരെ നന്ദി ശിവ. വേണ്ട. ലഡു സിംഗ് സർ, ഭക്ഷണം തരൂ. 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 ലഡു സിംഗ് സർ, അതെ, മതി. ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾക്ക് ട്രീറ്റ് തരാൻ വേണ്ടിയാ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നേ. വെയിറ്റർ, ഇവർക്കുള്ള ആഹാരം പെട്ടെന്ന് കൊണ്ടുവന്നേ. സർ, ഇപ്പൊ കൊണ്ടുവരാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞാൻ ഹോസ്റ്റേജ് സിംഗ് സംസാരിക്കുന്നു. ഹോസ്റ്റേജ് സിംഗോ? ഇതാരാണ് ഇപ്പൊ അനൗൺസ് ചെയ്തത്? ടെൻഷൻ അടിക്കണ്ട, എൻജോയ് ചെയ്തോളൂ. ഇതിന്റെ അകത്തേക്ക് തന്നെ ഇരുന്നോളൂ. പക്ഷേ പുറത്തേക്ക് പോവാൻ കഴിയില്ല. ഞങ്ങൾ നിങ്ങളെ തടവിലാക്കി കഴിഞ്ഞു. പുറത്തേക്ക് പോകാനുള്ള എല്ലാ വഴികളും അടച്ചു. ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവരുടെ ഗതി ഇതാണ്. പിന്നെ എന്നെ നിങ്ങൾ കുറ്റം പറയരുത്. ഞാൻ ഗവൺമെന്റിനോട് കുറച്ച് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. നിങ്ങൾ എൻജോയ് ചെയ്തോ. ആരാണത്? അങ്ങനെ ഞങ്ങൾ അകത്തിട്ട് പൂട്ടാൻ ഞാൻ അനുവദിക്കില്ല. ലഡ്ഡു സിംഗിനെ ഈ ലോകത്തിൽ ഏതൊരു ശക്തിക്കും തടയാൻ കഴിയില്ല. ശിവ, ഇവൻ പറഞ്ഞത് ശരിയാണല്ലോ. ആരെങ്ങനെ വേണമെങ്കിലും ശ്രമിച്ചോ. ഞങ്ങൾക്ക് വിശ്വാസം വരുന്നവരെ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നോ. ഞങ്ങൾ ശരിക്കും നിങ്ങളെ തടവിലാക്കിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ പോലെയാണ്. ഞാൻ ആരും നിങ്ങളെ ശല്യം ചെയ്യില്ല. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തോളൂ. ഗവൺമെന്റ് ഞാൻ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ അപ്പോഴാണ്. എന്താ സംഭവിക്കാ? ഹലോ ഇൻസ്പെക്ടർ. അല്ല, നീ എന്നെ കാണുന്നുണ്ടോ? അതെ, ഞാനെല്ലാം കാണുന്നുണ്ട്. പക്ഷെ തനിക്ക് എന്നെ കാണാൻ പറ്റൂല. താൻ മറന്നേക്ക് താൻ ഒരു പോലീസാണെന്ന്. താനും തടവിലാണ്. ഹോസ്റ്റേജ് സിംഗ്,
ഗോൾഡൻ സൺറൈസ് ഹോട്ടലിൽ അവിടെയുള്ള എല്ലാവരെയും തടവിലാക്കിയിരിക്കുകയാണ്. അയാൾ ഗവൺമെന്റിനോട് 100 കോടി രൂപയും ഒരു ഹെലികോപ്റ്ററും പിന്നെ ജയിലിൽ കിടക്കുന്ന അയാളുടെ ടെററിസ്റ്റായ സഹോദരനെയും വിട്ടുതരണമെന്ന് കർശനമായി നിർബന്ധിച്ചിരിക്കുന്നു. ഈ ഹോസ്റ്റസ് സിംഗ് ആരാന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. പക്ഷേ ഇത് എങ്ങനെയാ കണ്ടുപിടിക്കുക? ആദ്യം സസ്പീഷ്യസ് ഇവിടെ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എല്ലാവരും നല്ലോണം വാച്ച് ചെയ്തോളൂ. നമ്മുടെ നടുക്ക് തന്നെയാ അവരുള്ളത്. എല്ലാരും ശ്രദ്ധിച്ചോണം. പല വഴിക്ക് പിരിഞ്ഞുപോയി അന്വേഷിക്കുക. എന്തിനാ എന്നെ കണ്ടിങ്ങനെ വെറുതെ കൊരയ്ക്കുന്നേ? ഞങ്ങളെ തടവിലാക്കി അകത്ത് വന്നിരിക്കുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പ് അവിടെ നിപ്പുണ്ട്. അവരെ കണ്ട് കൊരയ്ക്കാതെ എന്തിനാ എന്നെ കണ്ടിങ്ങനെ കൊരയ്ക്കുന്നേ? മിണ്ടലെന്ന് പറഞ്ഞ്. ഓഹോ, അത് ശരി. അപ്പൊ നീ എന്നെ പേടിപ്പിക്കാൻ നോക്കുക. നീ എന്താ കരുതിയത്? ഞാൻ പേടിച്ചു പോകുന്നോ? എന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ വരെ ഒരു ഡോഗിക്കും എന്നെ നോക്കി കൊരയ്ക്കാനോ അല്ലെങ്കിൽ കടിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. എന്നോടാണോ നിന്റെ കളി? അതെ, നിന്നെ പോലത്തെ ഡോഗിനെ പിടിച്ച് എന്റെ കീശക്കകത്ത് ഞാൻ ഇടും. നിനക്ക് കാണണോ? എന്നോട് കളിക്കല്ലേ? ഈ ചങ്ങലെങ്ങനെ പൊട്ടിയത്? സോറി. ഞാൻ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. ഒന്നും വിചാരിക്കരുത്. എനിക്കിങ്ങനെ തമാശകൾ പറയുന്നത് വളരെ ഇഷ്ടമാണ്. ഇല്ല, വേണ്ട, പുറകെ വരരുത്. ഈ റൂമിനകത്തിരുന്നാലോ? വേണ്ട, ആ റൂമിൽ പോയി ഒളിഞ്ഞിരിക്കാം. വേണ്ട, എന്നെ കടിക്കല്ലേ, വേണ്ട. അതെ, എന്നെ ഒന്ന് വിട്ടോടെ. ഞാൻ എവിടെ പോയാലും ആ ഡോഗ് എന്റെ പുറകെ തന്നെ കെട്ടിയെടുക്കുകയാണല്ലോ. ഇതെന്താ ഡോഗിയെ പോലെ 4 കാലിൽ നടക്കുന്നത്? അതെ, ഡോഗിനെ കടിച്ച് ഞാനിപ്പോ ഒരു ഡോഗിയെ പോലെ ആയിന്നേ. അതൊരു ഭയങ്കര സാധന. അതിനെ കെട്ടിട്ടിരിക്കായിരുന്നു. അത് സ്വയം ചങ്ങല പൊട്ടിച്ച് ഓടി വന്ന് എന്നെ കടിച്ചൂന്നേ. വൃത്തികെട്ട ഡോഗി. ലഡു സിംഗ് സാറേ, എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് സെക്യൂരിറ്റി റൂമിലേക്ക് ചെന്നാലോ? അവിടെയാണെങ്കിൽ മോണിറ്റർ ഉണ്ടാവും, CCTV ഫുട്ടേജും ഉണ്ടാവും. എക്സ്പ്ലോസീവ് ആരെങ്കിലും വെച്ചിട്ടുണ്ടോന്ന് നമുക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. സസ്പീഷ്യസ് മൂവ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. ഗുഡ് ഐഡിയ. വന്നേ, നമുക്ക് ഇപ്പൊ തന്നെ പോകാം. അതെ, ഞാൻ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണ്. ഹലോ സർ, പറയൂ, എന്താണ് വേണ്ടത്? ഞങ്ങൾക്ക് ഇവിടുത്തെ CCTV ഫുട്ടേജ് മുഴുവനും കാണണം. എനിക്ക് വിശ്വാസമുണ്ട് ആ ടെററിസ്റ്റിന്റെ ഫോട്ടോ ഏതെങ്കിലും ഒരു ക്യാമറയിൽ നിന്ന് കണ്ടുപിടിക്കാമെന്ന്. ഇല്ല, അങ്ങനെ കാണാൻ പറ്റില്ല. എന്തുകൊണ്ട് ഞങ്ങൾക്കത് കണ്ടൂടാ? അത് സെക്യൂരിറ്റി റീസൺ ആണ്. സെക്യൂരിറ്റി റീസണോ? എടോ, താൻ എന്ത് വർത്താനായി പറയുന്നത്? ഹോട്ടലിലുള്ള ആൾക്കാരെ മുഴുവനും ടെററിസ്റ്റ് തടവിലാക്കിയിരിക്കുകയാണ്. പിന്നെ എന്തോന്ന് നിങ്ങളുടെ സെക്യൂരിറ്റി റീസൺ? കൂടുതൽ വാചകം അടിക്കരുതേ. പറഞ്ഞേ ചെയ്യേ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ. മര്യാദക്ക് എല്ലാവരും അവിടെ പോയിരിക്കേ. ബോസ്, ലഡ്ഡു സിംഗ് വന്നിട്ടുണ്ട്. ഫുട്ടേജ് നോക്കണമെന്ന് പറയുന്നു. എന്താ ചെയ്യണ്ടേ? എന്റെ കാര്യങ്ങൾ ശരിയാവുന്നവരെ അവന്മാരൊക്കെ പിടിച്ചങ്ങ് കെട്ടിയിട്ട് ആരും ഒന്നും പറയുന്നത് കേക്കണ്ട. അങ്കിൾ വിട്ടേക്കുന്നേ. കുട്ടി അവിടെ മാറിയിരിക്കേ. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. എന്റെ നടു ഒടിഞ്ഞു എന്നാ തോന്നുന്നേ. ഇനി സമാധാനമായിട്ട് CCTV ഫുട്ടേജ് നമുക്ക് കാണാം. റൂം നമ്പർ 2504ലേക്ക് പോയിരിക്കാം. ഇവളൊരു സസ്പീഷ്യസ് ആണെന്ന് തോന്നുന്നു. സംശയത്തോടെ ഉള്ള അവരെ നോട്ടം കണ്ടില്ലേ?
100% അവിടെ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. വന്നേ പോയി നോക്കാം. ദാ കാണുന്നു റൂം നമ്പർ 2504. ടിങ് ടോങ്. റൂം സർവീസ്. എന്താ? യു ആർ അണ്ടർ അറസ്റ്റ്. കൈ പൊക്കി മര്യാദയ്ക്ക് നിൽക്ക് വേഗം. എന്റെ അമ്മ വരെ എന്നെ അങ്ങനെ തല്ലിട്ടില്ല. എന്തിനാ ഇപ്പൊ കുട്ടീനെ തല്ലിയത്? വേണ്ട. എന്റെ കാര്യത്തെ തലയിടാനായിട്ട് നിങ്ങളെ ആരാ പഠിപ്പിച്ചത്? ഇപ്പൊ ശരിയാക്കി തരാം. ഓഹോ. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എന്റെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കാൻ വന്നിരിക്കുകയല്ലേ? കൊണ്ടുപോയിക്കോ. നാണമില്ലല്ലോ തനിക്ക്. കൊച്ചുകുട്ടികളെ വിളിച്ചോണ്ടാണോ മോഷണത്തിന് ഇറങ്ങിയിരിക്കുന്നേ? പറയാ. കൊച്ചുകുട്ടികളായിട്ട് ഞങ്ങള് മോഷ്ടിക്കാനെന്നല്ല വന്നിരിക്കുന്നത്. നിങ്ങളാണ് ഹോട്ടൽ മുഴുവൻ ഹോസ്റ്റേജ് ചെയ്തിരിക്കുന്നത്. പറയേ, നിങ്ങളുടെ ബോസ് എവിടെയാണെന്ന്? പെണ്ണെ, നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ ഇവിടെ സ്വയം ഹോസ്റ്റേജ് ആയിട്ടാ ഉള്ളത്. അല്ല, നീ ഹോസ്റ്റേജ് ആണെങ്കിൽ പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ പെരുമാറിയത്? പറയേ. നീ ഇതിന്റെ മുമ്പുള്ള ഫുട്ടേജ് ഒന്ന് കണ്ടോ? ഒരാൾ എന്റെ ആഭരണങ്ങൾ തട്ടിയെടുക്കാൻ വന്നു. അപ്പൊ ഞാൻ പേടിച്ച് ഓടിയതാ. ചെല്ല്, നീ ചെന്ന് ആ CCTV ഫുട്ടേജ് നോക്ക്. ചെല്ല്. ശിവ, അവര് പറയുന്നത് ശരിയാണല്ലോ. അവരെ ആരെ കൊള്ളയടിക്കാൻ വന്നതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാ? എന്നാ വരൂ, നമുക്ക് മുക്കിലും മൂലയിലും ചെന്ന് അന്വേഷിക്കാം. ടെററിസ്റ്റിനെ കാണാതിരിക്കില്ല. ഞാനും രവിയും മോണിറ്റർ ശ്രദ്ധിച്ചോളാം. നിങ്ങൾ ഹോട്ടലിന്റെ പല ഭാഗത്ത് ചെന്ന് അന്വേഷിക്കൂ. വന്നേ. ഡോഗി, നീ ഇപ്പൊ എവിടുന്നാ കെട്ടിയെടുത്തത്? അത് കണ്ടില്ല, അതിനെ അവിടെ കെട്ടിയിരിക്കാ സാറേ. കെട്ടിയിരിക്കാന്നോ? ഇപ്പൊ മനസ്സിലാവും അതിനെ കെട്ടിയിരിക്കാണോ അതോ അഴിച്ചു വിട്ടിരിക്കാണോന്ന്. ഞാൻ പോവാണ്. നിങ്ങള് വേണമെങ്കിൽ ഇരുന്ന് കളിച്ചോ. ബൈ. ഒരു ഡോഗിയെ കൊണ്ട് നമ്മൾ എന്ത് മേടിക്കാനാണ്? അതും ഈ കെട്ടിയിട്ടിരിക്കുന്ന ഡോഗിയെ. ഹേ ഡോഗി, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഞാൻ നിന്നെ കണ്ട് പേടിക്കില്ല കേട്ടോ. ഞാൻ ആരാന്നറിയോ? ആ കൊള്ളാം കൊള്ളാം. ഇനിയും കൊരക്ക്, ഇനിയും കൊരക്ക് കൊരക്ക്. കൊരച്ചോ കൊരച്ചോ, എനിക്കൊന്നും നിന്നെ കണ്ടിട്ട് പേടിയില്ല. കൊരക്ക് കൊരക്ക്. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. ഇത് നമ്മളെ പറ്റിച്ചു കേട്ടോ. അതേ വേണമെങ്കിൽ ഓടിക്കോ, അല്ലെങ്കിൽ കടികൊണ്ട് ഓടിക്കോ ഓടിക്കോ. എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? വേഗം അകത്തേക്ക് കേറ്. ആ ഡോഗി നമ്മുടെ പുറകെ തന്നെ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഓടിക്കോ, വേഗം ഓടാ. എന്നെ കടിച്ചു. ആ ഡോഗി എന്നെ കടിച്ചു. ശിവ, ഈ ആളുടെ ഡ്രസ്സും വാക്കിംഗ് സ്റ്റിക്കും ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. നീ വേണമെങ്കിൽ അപ്പുറത്തെ മോണിറ്റർ ഒന്ന് ശ്രദ്ധിച്ചേ. അതിനർത്ഥം ഇയാൾ ഇവിടെ എല്ലാരോടും അഭിനയിച്ചു കാണിക്കുകയാണ്. ആദ്യം അയാൾ നൊണ്ടനായിട്ട് അഭിനയിച്ചു. ഇപ്പൊ നന്നായിട്ട് ഓടുന്നത് കണ്ടില്ലേ? ആ മോണിറ്ററിൽ കണ്ട മനുഷ്യൻ തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ എന്തിനാ തല്ലു പിടിക്കുന്നേ? എന്റെ ആൾക്കാരെ അടിക്കുന്ന കൊണ്ട് നിനക്ക് ഒന്നും കിട്ടില്ല മോനെ. എനിക്ക് ആരും ശത്രുതയില്ല. ആ ശിവ എന്ന പേരുള്ള ചെക്കനും ആ ഇൻസ്പെക്ടറും മര്യാദയ്ക്ക് പറഞ്ഞത് അനുസരിക്കണം. നിങ്ങളുടെ മുറിയിൽ പോയി മിണ്ടാതെ ഇരിക്കണം. അല്ലെങ്കിൽ ഈ ഹോട്ടൽ മുഴുവനും ബോംബ് വെച്ച് തകർക്കും. കേട്ടല്ലോ? ഇത് നോക്കൂ. ഇതാണ് ശിവ, ഇതാണ് ലഡ്ഡു സിംഗ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇവരെ കണ്ടാൽ തടയണം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങളൊക്കെ കൊടുക്കാൻ നോക്കുകയാണോ? കേട്ടില്ലേ? മര്യാദയ്ക്ക് അവിടെ അടങ്ങിയിരിക്കേ. അവര് നമ്മളെ ഒന്നും ശല്യം ചെയ്യുന്നില്ലല്ലോ, പിന്നെ നിനക്കെന്താ ചെയ്തം?
പക്ഷേ ടെററിസ്റ്റിനെ പിടിക്കുക എന്നത് നമ്മുടെയൊക്കെ കർത്തവ്യമാണ്. അതെല്ലാം നമ്മുടെ ജോലിയല്ല മോനെ, പോലീസിന്റെ ജോലിയാണ്. പോലീസ് ഇൻസ്പെക്ടർ ലഡു സിംഗ് സാർ ഇവിടെ ഉണ്ടല്ലോ. ഇയാളൊരു പോലീസാണെന്ന് പറയാൻ നാണക്കേടാ. ടെററിസ്റ്റിനെ പിടിക്കാൻ വേണ്ടിട്ട് സ്പെഷ്യൽ പോലീസാണ് വേണ്ടത്, അറിയോ നിനക്ക്? ഇയാളൊരു പേടിത്തൊണ്ടനാ. നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. ലഡു സിംഗ് സാർ, ഞങ്ങളിപ്പോ വരാം. റേവാ, ആദി, യൂടി, വേഗം വാ. ഞാനൊരു പോലീസുകാരനാണ്. എന്റെ കഴിവ് എന്താണെന്നറിയോ? ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ വരെ ആരെങ്കിലും മോഷ്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും ഓടിക്കോ, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡു സിംഗ് വരുമെന്ന്. ഞാനാണ്. ഇയാൾക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരിക്കിട്ടൊന്ന് പെരുമാറിയാലേ മനസ്സിലാവും. ഇനി താൻ പിടിക്കാൻ ശ്രമിക്കുവോ? ഇല്ല, ഇനി ഒരിക്കലും ഞാൻ പിടിക്കാൻ നോക്കില്ല. അങ്കിൾ, വെറുതെ കിടന്ന് അഭിനയിക്കാൻ നിക്കല്ലേ. മര്യാദക്ക് 2 കാലിൽ നടക്കാൻ നോക്ക്. ഞൊണ്ടി കാണിക്കാൻ നിക്കല്ലേ. അങ്കിൾ, നിങ്ങളുടെ ആക്ടിംഗ് CCTV ഫുട്ടേജിൽ ഞാൻ കണ്ടതാ കേട്ടോ. ആദ്യം പതുക്കെ നടക്കുന്നു, പിന്നെ വടി മുകളിൽ കറക്കി കാണിച്ച് 2 കാലുകൊണ്ട് നടക്കുന്നു. അല്ല, ഇനിയിപ്പോ ഇത് വല്ല മാജിക് വടിയാണോ? അതെ മോനെ, ഇത് മാന്ത്രിക വടിയാണ്. നീ എന്നെ ഒരുപാട് ശല്യം ചെയ്തു കുട്ടി. ഇനി ഞാൻ നിന്റെ കഥ അവസാനിപ്പിച്ചിരിക്കും. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ഓ, അപ്പൊ ഇതാണ് തന്റെ ശരിക്കുള്ള മുഖം അല്ലേ? ആൽഫ മൈക്ക് ടാങ്കോ ഷേറ, പെട്ടെന്ന് വാടേ. ചെല്ലു, അവന്മാരെ പിടിച്ച് നല്ലോണം തല്ലു. പോകൂ, ആ ടെററിസ്റ്റ് ഗ്രൂപ്പിനെ വിടാൻ പാടില്ല. കണ്ടില്ലേ എത്ര ധൈര്യത്തിലാ ഫൈറ്റ് ചെയ്യുന്നതെന്ന്. എന്ത് കഴിവുള്ള കൊച്ചാവൻ. വരൂ കൂട്ടരെ, നമുക്ക് പോകാം. വന്നേ, പോകാം. പിടിക്കവനെ. എല്ലാവരും ചത്തി വീഴും, ആരും രക്ഷപ്പെടില്ല. ഏയ്, ഞാൻ തോറ്റിരിക്കുന്നു ശിവ. എനിക്ക് നിനക്ക് തമ്മിൽ വഴക്കില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് നല്ലത് ചെയ്യാൻ മാത്രമല്ലേ തീരുമാനിച്ചത്. ലഡു സിംഗ് സാർ പറയൂ, നമ്മൾ തമ്മിൽ ശത്രുതയുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ എന്റെ അനിയനെ പുറത്തു കൊണ്ടുവരാനാ നോക്കിയത്. ഒരു സഹോദരനെ സ്നേഹിക്കാൻ പാടില്ലെന്ന നിയമമുണ്ടോ? നിയമം ഇല്ല. ശിവ, ഇയാളെ ഇവിടുന്ന് പറഞ്ഞാക്കാന്നേ. ഇയാള് ഇദ്ദേഹത്തിന്റെ ബ്രദറിനെ ചെന്ന് രക്ഷിക്കട്ടെ.
ലഡു സിംഗ് സാറേ, എന്തിനാ ഇത്രയധികം എമോഷണൽ ആവുന്നത്? അയാൾ ഒരു ടെററിസ്റ്റ് ആണ്. നിങ്ങളെ വെറുതെ മണ്ടനാക്കി കളിക്കുക അയാള്. ശരിയാ ശിവ, ശരിയാ. തെറ്റായ ആൾക്കാര് തെറ്റായ കാര്യങ്ങൾ തന്നെ ചെയ്യാ. യു ആർ അണ്ടർ അറസ്റ്റ്. ഞാൻ ഇപ്പൊ തന്നെ നിന്നെ പിടിച്ച് ലോക്കപ്പിലിടാൻ പോവാണ്. നീ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അതിന്ന് നിനക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല. മനസ്സിലായോ? ടെററിസ്റ്റ് ഇൻ ലോക്കപ്പ്. വേണ്ട വേണ്ട, ഓടിച്ചെന്ന ടെററിസ്റ്റിനെ പിടിക്കാൻ നോക്ക. എന്നെ അല്ല. അതെ. ഏയ്, എന്താ വേണ്ടത്? എന്താ വേണ്ടച്ചാ പറഞ്ഞോ. വീണ്ടും എന്നെ കടിക്കാൻ നോക്കുകയാണോ? എന്താ തുറച്ചു നോക്കുന്നേ? നീ നല്ല ഡോഗി അല്ലേ? സോറി സോറി. ATM മെഷീൻ എവിടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതിൽ 1 കോടി രൂപയുണ്ട്. അത് ഞങ്ങൾക്ക് വേണം. മര്യാദയ്ക്ക് വാനിനകത്ത് കയറ്റ്. പറയുന്ന പോലെ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ശിവ, സ്കൂളിലേക്ക് കൊണ്ടുവന്ന ATM മെഷീൻ ഉണ്ടല്ലോ, കൊള്ളക്കാര് അത് തട്ടിക്കൊണ്ടുപോയി. സൗത്ത് സോണിലേക്ക് പോയിരിക്കുന്നത്. കുട്ടി, നിന്റെ തോന്നിയാസം കാണിക്കേണ്ടത് റോഡിലല്ല, വേറെ എവിടെയെങ്കിലും പോ. പെട്ടെന്ന് വേഗം വഴി മാറ്. ഞങ്ങൾക്ക് പോകേണ്ട ആവശ്യമുണ്ട്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. കുട്ടി, അങ്കിൾ, നിങ്ങൾ ശിവയുടെ സൈക്കിള് തല്ലിപ്പൊളിച്ചാലും ഒന്നും ആകില്ല. താമസം തുടങ്ങിയില്ല, അതിനു മുമ്പേ മോഷ്ടിക്കാൻ തുടങ്ങിയില്ലേ? ഇത് ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് കൺട്രോൾ ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ വരെ ഏതെങ്കിലും കള്ളന്മാര് മോഷ്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും മോഷ്ടിക്കല്ലേ, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. കൊണ്ടുപോ എല്ലാറ്റിനെയും. ശിവ, ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു നീ ഞങ്ങളുടെ സ്കൂളിലെ വിദ്യാർത്ഥിയാണെന്നതിൽ. ശിവ, വളരെ നല്ലത് ശിവ. എന്റെ ജോലിയും ബാങ്കിലെ പണവും നീ രക്ഷിച്ചു. താങ്ക് യു വെരി മച്ച്. ഇതെന്റെ കർത്തവ്യമാണ്. നിങ്ങൾ പറഞ്ഞത് ശിവയ്ക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ സ്കൂളിൽ ചെന്ന് ബാക്കിയുള്ള ജോലികൾ നോക്കൂ. ചെല്ലു. കുട്ടികളെ, ബാങ്ക് മാനേജർ നിങ്ങൾക്ക് എല്ലാവർക്കും ATM മെഷീൻ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഡെമോ കാണിച്ചു തരും. നിങ്ങളിൽ ആർക്കൊക്കെയാണ് ATMൽ നിന്ന് പണം എടുക്കാൻ അറിയാവുന്നത്? വെരി ഗുഡ്. അറിയാൻ പാടില്ലാത്തവർക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ATMൽ നിന്ന് എങ്ങനെയാണ് പണമെടുക്കുന്നതെന്ന്, കൂടാതെ ATMൽ നിന്ന് പണമെടുക്കുന്നത് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായല്ലോ? അകത്തിരിക്കുന്ന ആൾക്ക് ഞാൻ ഈ തണുത്ത ജ്യൂസ് ഒന്ന് കൊണ്ടുപോയി കൊടുക്കട്ടെ. ദിവസം മുഴുവൻ ഇരുന്ന് എല്ലാവർക്കും പൈസ കൊടുക്കുന്നതല്ലേ, പാവല്ലേ. അതെ ചേട്ടാ, വാതില് തുറക്കൂ, എന്നിട്ട് ഇതൊന്നും എടുത്ത് കുടിക്കൂ. എടോ പിയുടെ അകത്താരും തന്നെ ഇല്ല. എല്ലാ ജോലികളും മെഷീൻ തന്നെയാണ് ചെയ്യുന്നത്. കുട്ടികളെ, സ്കൂൾ വിട്ടിരിക്കുന്നു. ഇനി ATM എങ്ങനെ ഉപയോഗിക്കണമെന്ന് നാളെ പഠിച്ചാൽ മതി. കേട്ടല്ലോ?
രേവ ഒന്ന് വേഗം വാ. ഇതെന്താണ് രാവിലെ തന്നെ ഇവിടെയൊക്കെ കൂട്ടം കൂടി നിൽക്കുന്നത്? ഇത് ഞാൻ എന്താ ചെയ്യാൻ? എന്റെ ജോലി പോകും. കുട്ടികളെ പഠിപ്പിക്കാനായിരുന്നു സ്കൂളിൽ ATM ഇടാൻ പറഞ്ഞത്. അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാനേ പാടില്ലായിരുന്നു. പണം എല്ലാം മോഷണം പോയി. പോലീസിനെ വിളിക്കൂ, എൻക്വയറി ചെയ്യാൻ പറയൂ. ATMൽ 50 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഇനി ആരാ രൂപയൊക്കെ തിരിച്ചു കൊടുക്കുക? അതെ, കരയരുത് മാനേജർ സാറ്, എങ്ങനെ കരയരുത്. എല്ലാം ഞാൻ ശരിയാക്കിക്കോളാന്നേ. ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്, വിഷമിക്കരുത്. കള്ളന്മാരെ ഞാൻ കണ്ടുപിടിക്കാം. അല്ലേ ശിവ? പിടിക്കാൻ പറ്റുമല്ലോ. ശിവ, ഈ സ്കൂളിന്റെ അഭിമാനം നീ വേണം രക്ഷിക്കാൻ. ആ കള്ളനെ നീ എങ്ങനെയെങ്കിലും പിടിച്ചു തരണം ശിവ. സർ, ഡോണ്ട് വറി. ലഡു സിംഗ് സർ. മാനേജർ സാറേ, നിങ്ങളുടെ കരച്ചില് തുടർന്നുകൊണ്ടിരിക്കട്ടെ. ഞാൻ ഇപ്പൊ തന്നെ ഒരു ഹൈ ലെവൽ സെക്യൂരിറ്റി മീറ്റിംഗ് നടത്തിയിട്ട് വരാം. ഓക്കേ? എനിക്ക് തോന്നുന്നത് ഈ മോഷണം ചിലപ്പോ ഏലിയൻ വല്ലതും ചെയ്താണെങ്കിലോ. യൂഡി, നിന്റെ കാര്യമുണ്ടല്ലോ. ഏത് സിറ്റുവേഷനിലായാലും നിനക്ക് എപ്പോ നോക്കിയാലും ഏലിയന്റെ വിചാരേ ഉള്ളൂ. ലഡു സിംഗ് സാർ, എനിക്ക് ആ സ്മാർട്ടിയെ സംശയം. അവനാ ATM മെഷീന്റെ അടുത്ത് ചെന്ന് തൊട്ടു നോക്കുകയും ചുറ്റിക്കറങ്ങുകയൊക്കെ ഞാൻ കണ്ടതാ. അപ്പൊ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ രേവ, സ്മാർട്ടിയുടെ സ്മാർട്ട്നെസ് ഈ ലഡ്ഡു സിംഗിന്റെ മുമ്പിൽ വില പോകില്ല കേട്ടോ. ആ ഫ്രണ്ട്സ്, നമ്മൾ സ്മാർട്ടിയെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശിവ, ദേ അതാണ് സ്മാർട്ടിയുടെ കാറ്. സ്മാർട്ടി, ഒന്ന് കാർ നിർത്തൂ. എനിക്ക് നിന്നോട് അത്യാവശ്യമായി സംസാരിക്കേണ്ടതുണ്ട്. നീ ഒന്ന് പോയേ. സ്മാർട്ടി ആരോടും സംസാരിക്കാറില്ല. ഡ്രൈവർ, കാറിന്റെ സ്പീഡ് കൂട്ടൂ. എന്തിനാ വെറുതെ സ്മാർട്ടിയെ ശല്യം ചെയ്യുന്നത്? പോയി ഇവിടുന്ന്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ശിവെ വെറുതെ വിടല്. അവൻ ഒരു ഹീറോ ആണെന്നാ വിചാരിച്ച് നടക്കുന്നേ. മര്യാദക്ക് നീ പറ, ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? ഞാൻ ഇന്നലെ രാത്രി വീട്ടിൽ തന്നെ ആയിരുന്നു. അല്ലെങ്കിലും ഞാൻ എന്തിനാ നിന്നോട് ഇതൊക്കെ പറയുന്നത്? മാറ്റി നുണ പറയാൻ നിക്കണ്ട. ഞാൻ ഇന്നലെ നിന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിരുന്നു. അപ്പൊ നിന്റെ മമ്മിയാണ് ഫോൺ എടുത്തത്. നീ ഇന്നലെ രാത്രി നിന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിരിക്കായിരുന്നു എന്ന് പറഞ്ഞു. നിനക്കതെല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കുന്നേ? ഞാൻ പോട്ടെ. ഇനി വേറൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇന്നലെ ATM മെഷീനിൽ മോഷ്ടിച്ചെടുത്ത ആ പണം നീ എവിടെയാ കൊണ്ടുവച്ചിരിക്കുന്നത്? എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നേ? എനിക്ക് പണം മോഷ്ടിക്കേണ്ട ആവശ്യം എന്താ? ശിവ, സ്മാർട്ടിന്റെ അടുത്ത് സത്യം കണ്ടുപിടിക്കുന്ന പണി നീ എനിക്ക് വിട്ടേക്ക്. സ്മാർട്ട് എന്നോട് കളിക്കാൻ നോക്കല്ലേ, മനസ്സിലായല്ലോ? ഡ്രൈവറോട് വണ്ടിയുടെ ഡിക്കി ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ വേഗം. എന്തിനാ അങ്ങനെ ദേഷ്യം വരുന്നേ? ഞാനൊരു പാവല്ലേ. ഞാൻ എന്താ പറഞ്ഞത്? ആ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യണമെന്ന് മാത്രല്ലേ. എന്നിട്ട് വീട്ടിൽ പോയിക്കോ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? വേണ്ട. കളവ് പോയ പണമാണല്ലോ.
ഈ നമ്പർ സീക്വൻസ് എല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ലഡ്ഡു സിംഗ് സാറേ, കുറച്ച് പണമേ ഉള്ളൂ ഇത്. ബാക്കിയുള്ള പണമൊക്കെ എവിടെ? അത് ശരി, സ്കൂളില് പഠിക്കല്ലാതെ ഇങ്ങനത്തെ പണിയാണ് നീ ചെയ്യുന്നത്? ഐ, വേഗം പറഞ്ഞോ, ബാക്കിയുള്ള കാശൊക്കെ എവിടെ വെച്ചിരിക്കുന്നത്? വേഗം പറയാൻ. പ്രിൻസിപ്പൽ സർ, ലഡ്ഡു സിംഗ് സർ, എനിക്ക് അറിഞ്ഞൂടാ ഈ കാശ് എന്റെ വണ്ടിയിൽ എങ്ങനെയാ വന്നേന്ന്. ഞാൻ പണം ഒന്നും മോഷ്ടിച്ചില്ല. എന്റെ വണ്ടി സ്കൂളിന്റെ പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരോ മനഃപൂർവ്വം എന്നെ ചതിച്ചതാ. നീ വെറുതെ എന്നെ പറഞ്ഞ് പറ്റിക്കണ്ട. എന്നോടൊപ്പം സ്റ്റേഷനിലേക്ക് വന്നേ വേഗം. ഈ കരച്ചിലും പിടിച്ചിലൊക്കെ നിന്റെ അപ്പൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോ കാണിച്ചാ മതി. പറഞ്ഞത് മനസ്സിലായോ? നടക്കാനാ പറഞ്ഞേ. ശിവ, നമ്മുടെ സ്കൂളിലുള്ള പ്യൂണിനെ കൂടി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യം. അയാള് ആ ATM മെഷീന്റെ ചുറ്റും കറങ്ങുന്നുണ്ടായിരുന്നു. ചിലപ്പോ ഇവര് രണ്ടുപേരും കൂടി കൂടിയതാണെങ്കിലോ? എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇൻസ്പെക്ടർ സാറേ, എന്നെ ഒന്ന് സഹായിക്ക്, അല്ലെങ്കിൽ എന്റെ ജോലി പോകും. അറിയോ സാറേ? ശിവ, വന്നേ, ആ പ്യൂണിനെ നമുക്ക് പിടിക്കണം. ശിവ, പ്യൂണതേ അങ്ങോട്ട് ഓടിപ്പോണോണ്ടോ? അവിടെ നിൽക്കൂ, ഓടല്ലേ, അവിടെ നിൽക്കൂ. ശരിക്കുള്ള കള്ളനെ പിടിച്ചു. താങ്ക് യു ശിവ. എടാ കള്ള, നീ ഒരു വിദ്യാലയത്തിൽ പണി ചെയ്ത് അവിടെ തന്നെ മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണല്ലേ? നിനക്ക് നാണല്ലേ പ്യൂൺ കള്ള? ഇല്ല സാറേ, ഞാൻ ഒരിക്കലും മോഷ്ടിച്ചിട്ടില്ല. ശിവ, ഞാൻ പറയുന്നത് സത്യമാണ്. ഇൻസ്പെക്ടർ സാറേ, ഇവന്റെ അടുത്ത് മുഴുവൻ പണം കിട്ടിയിട്ടില്ല. ബാക്കിയുള്ള പണമൊക്കെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിക്ക്. എന്നെ ആര് രക്ഷിക്കും എന്ന് പറയേ. ഇൻസ്പെക്ടർ സാറേ, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. സ്കൂളിന്റെ സമയം കഴിഞ്ഞ് പിള്ളേരൊക്കെ വീട്ടിൽ പോയതിനു ശേഷം ഞാൻ ഓരോ ക്ലാസ്സും ചെന്ന് പൂട്ടുകയായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു ക്ലാസ് റൂമിൽ നിന്ന് പൈസയുള്ള ബാഗ് കിട്ടിയത്. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല സാറേ. നിങ്ങളെയൊക്കെ കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. അതുകൊണ്ടാണ് ഞാൻ നിർത്താതെ ഓടിക്കളഞ്ഞത് സാറേ. നിങ്ങൾ എല്ലാവരും എന്തിനാ എങ്ങനെ നോക്കുന്നേ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തന്നെ എന്നോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേ പറ്റൂ. ബാക്കി പൈസ കിട്ടുന്നത് വരെ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കേണ്ടി വരും, കേട്ടല്ലോ? ഞാൻ ഒരു കള്ളനല്ല. എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകല്ലേ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ശിവ, ഈ മോഷണം ആകെ തലമറിഞ്ഞു കിടക്കാണല്ലോ. സ്മാർട്ടിയും പ്യൂണും ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കണ്ടില്ലേ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ. അപ്പോ ആരായിരിക്കും ശരിക്കും മോഷ്ടാവ്? ഇത് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു മോഷണം ഒരു ദിവസം നടന്നിരുന്നു. നമ്മുടെ ഗ്രാമത്തിലെ ചെറിയ ബാങ്കിന്റെ അധ്യക്ഷൻ നമ്മുടെ ഗ്രാമത്തലവനായിരുന്നു. മോഷണം നടന്നപ്പോ അയാള് തല തല്ലി കരയായിരുന്നു. വേറെ സ്ഥലത്ത് കൈയോടെ ഒരാളെ പടവുമേ പിടിക്കുകയും ചെയ്തു. അയാള് ജയിലിൽ കൊണ്ടുപോണ സമയത്താണ് പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നിയത്. അറിയോ നിങ്ങക്ക്? തലതല്ലി കരയുന്ന മുതലക്കണ്ണീര് വിട്ട് ആ ഗ്രാമത്തലവനാണ് ശരിക്കും മോഷ്ടമെന്ന് ഞാനേ കണ്ടുപിടിച്ചു. നീ എത്ര നല്ല മിടുക്കനാ. നീ പറയുന്നത് ചിലപ്പോ സത്യാണോന്നറിയില്ല. എന്തായാലും ഒരു ക്ലൂ നമുക്ക് കിട്ടിയത് പോലെയായി. എന്തായാലും പ്രശ്നം സോൾവ് ആയി. Yes, Adi, you have done it. You are so intelligent. ഈ കുട്ടിക്കാലം മുതലേ ഞാൻ ഭയങ്കര ഇന്റലിജന്റ് ആണ്. പക്ഷെ അങ്ങനെ ഞാനിപ്പോ എന്താ ചെയ്തത്? നമ്മുടെ ഈ കഥയിലെ 2 കള്ളന്മാരും ഒരു പാവവും ഉണ്ട്. അതായത് എല്ലാരുടെ മുന്നിലും വെച്ച് കരഞ്ഞ് അഭിനയിക്കുന്നത് ആ ബാങ്ക് മാനേജറാണ്. അത് ശരിയാ. ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ അയാൾ എല്ലാവരെയും കുറ്റം പറയുകയും നമ്മുടെ മുന്നിൽ കരഞ്ഞു കാണിച്ച് അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. ലഡു സിംഗ് സർ, വേഗം വരണം. ഈ കേസ് സോൾവ് ചെയ്യാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഈ നാട്ടിലുള്ള എല്ലാവരും തന്നെ ഭയങ്കര മണ്ടന്മാരാ. ഒരു കുറവുമില്ല. എന്ത് വലിയ ജോലിയാ നമ്മൾ ചെയ്തത്. ആർക്കും ഒന്നും മനസ്സിലായില്ല. സ്കൂളിൽ ATM വെക്കാനുള്ള പ്ലാൻ എന്റേത് തന്നെ ആയിരുന്നു.
എന്നിട്ട് അതിൽ നിന്നും ഞാൻ പണവും മോഷ്ടിച്ചു. എന്നിട്ട് സംശയം മുഴുവനും ആ സ്മാർട്ടിയെയും പ്യൂണിന്റെ പുറത്ത് കുറ്റമിട്ടു. ഇതെങ്ങനെയുണ്ട് ഐഡിയ? ആ പ്ലാൻ എന്തായാലും അടിപൊളിയായി. എന്തായാലും പോലീസ് അവരെ പിടിച്ചല്ലോ. കൊള്ളാം. ഞാനിപ്പോ രക്ഷപ്പെട്ടിടോ. എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ പറയാൻ വരട്ടെ അങ്കിൾ. നീയോ? നീ എങ്ങനെ കുട്ടി ഇവിടെ വന്നേ? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എല്ലാവരും ഓടിക്കോ ഈ വഴിക്ക്. അവൻ വരുന്നുണ്ട്. ആ ശിവ നമ്മുടെ വണ്ടിയുടെ പുറകെ സൈക്കിളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ടൻ. ആ സൈക്കിളിൽ താർത്ത് തരിപ്പണമാക്ക്. ഓ താങ്ക് യു ശിവ. അടിച്ചു നോർക്ക്. വെറുതെ വിടരുത്. താങ്ക് യു ശിവ. നീ ഞങ്ങളുടെ സ്കൂളിന്റെ അഭിമാനം കാത്തു. ഞാൻ വളരെ നന്ദി പറയുന്നു. ഐ ആം പ്രൗഡ് ഓഫ് യു. ശിവ, നീ കാരണമാണ് ഞങ്ങളുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടത്. വളരെ നന്ദി. താങ്ക് യു ശിവ. എനിക്ക് മാത്രം ഇങ്ങനെ താങ്ക് യു പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഫ്രണ്ട്സിന്റെയും ലഡു സിംഗ് സാറിന്റെ സഹായമില്ലെങ്കിൽ ഞാൻ കള്ളന്മാരെ പിടിക്കാൻ ശരിക്കും ബുദ്ധിമുട്ടി പോയേനെ. താങ്ക് യു ശിവ. താങ്ക് യു. എടോ ഭട്ടാചാര്യേ, എന്തിനാ കുട്ടികളെ സ്പേസിൽ കൊണ്ടുപോകുന്നത്? നിങ്ങൾ നല്ലൊരു സ്പേസ് ഷിപ്പ് അല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വാങ്ങിക്കാൻ രാജ്യങ്ങളൊക്കെ ക്യൂ നിൽക്കുമല്ലേ. കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാ. നീയാണെങ്കിൽ കുട്ടികളെ സ്പേസിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുമല്ലേ. അല്ല പിന്നെ. ഇന്നത്തെ കുട്ടികൾ നാളത്തെ വാഗ്ദാനമാണ്. പല നാടുകളിൽ നിന്നും ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളെ ഞാൻ തിരഞ്ഞെടുക്കും. അവരെ ഞാൻ തീർച്ചയായിട്ടും സ്പേസിൽ കൊണ്ടുപോകും. അല്ല, ഇതൊക്കെ ചെയ്യാനാണ് താൻ ഈ സ്പേസ് ഷിപ്പ് ഒക്കെ ഉണ്ടാക്കി കൂട്ടിയത്. കോടിക്കണക്കിന് വിലകളാ പറയുന്നത് ഓരോരുത്തരും. നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും നേടിയെടുക്കാം. ഞാൻ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഈ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നത്. ദേ, നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്ക്. ആദ്യത്തെ ബാച്ചിലെ കുട്ടികളെല്ലാം എത്തി. വേദ സിറ്റിയിലെ സ്കൂൾ കുട്ടികളാണ് ഇവരൊക്കെ. ഹലോ അങ്കിൾ.
ഹലോ ശിവ, ഹായ് ആദി, യുഡി, രേവ. ഹലോ അങ്കിൾ. ഇത് വല്ലാത്തൊരു ബുദ്ധിമോശോ. കുട്ടികളെ, നമുക്ക് സ്പേസിൽ പോകാനായിട്ട് തയ്യാറെടുക്കാം. ആ അങ്കിളുടെ കാലിൽ എന്താ പറ്റിയത്? ബാത്റൂമിൽ പോയപ്പോ ഒന്ന് വഴുതി വീണതാ. അങ്ങനെ കാലിന്റെ എല്ലാം ഒടിഞ്ഞു. ഏയ്, നിങ്ങൾ എന്താണ് ചെയ്തത്? അവിടെ നിൽക്കൂ, അവിടെ നിൽക്കാൻ. ഞാൻ പറയണു, അവിടെ നിർത്താൻ, നിർത്താൻ. ശിവ, എന്നെ കൂട്ടിക്കൊണ്ട് പോണം. ഞാൻ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. ശിവ. ലഡു സിംഗ് സാറേ, ഞങ്ങൾ ഇവിടെ താഴെയാണ് ഉള്ളത്. സോറി, ഞാൻ കരുതി നിങ്ങളെല്ലാവരും അതിൽ പോയി കാണുമെന്ന്. ഞാൻ നിങ്ങളോടൊപ്പം വരുന്നുണ്ടേ, കേട്ടല്ലോ. നിങ്ങൾ പറഞ്ഞ ശരിയാ ഇൻസ്പെക്ടർ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാം. നിങ്ങൾ വരുന്നതിൽ കുട്ടികളിൽ സന്തോഷമേ ഉള്ളൂ. എല്ലാവരും സ്പേസ് ഷിപ്പ് കോസ്റ്റ്യൂം ഇട്ടിട്ട് ഓരോരുത്തരും സീറ്റ് ബെൽറ്റ് ഇട്ടോളൂ, കേട്ടോ? മമ്മി, ഏലിയൻ, ഏലിയൻ. എനിക്ക് പേടിയാവുന്ന ഏലിയൻ വരുന്നു. ഏലിയൻ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഏലിയൻസ് ഉണ്ട്, ഏലിയൻസ് ഉണ്ടെന്ന്. നോക്കിയേ, നോക്കിയേ, അതിപ്പോ ഇങ്ങോട്ടാ വരുന്നത്. വേണ്ട, 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 ഫയർ ചെയ്യല്ലേ, ഞങ്ങൾ വെറും പാവങ്ങളാ. നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? ഏലിയൻസ് വന്ന് നമ്മുടെ സ്പേസ് ഷിപ്പ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണെന്നറിയില്ല. നമ്മുടെ എഞ്ചിൻ അവർ ഓഫ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. കണ്ടോ, ഞാൻ എപ്പോഴും പറയായിരുന്നു ഏലിയൻ ഉണ്ട്, ഏലിയൻ ഉണ്ട് എന്നിട്ട് നിങ്ങൾ വിശ്വസിച്ചല്ലോ. എന്തിപ്പോ എന്തായി? ഇൻസ്പെക്ടർ സാറേ, നമ്മൾ ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏലിയൻസിനെ പെട്ടെന്ന് കാണുമെന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എല്ലാവരും മിണ്ടാതെ ഒരു സ്ഥലത്തിരിക്കേ. എല്ലാരും ഇവിടെ തന്നെ ഇരിക്കണം. ആരും പുറത്തേക്ക് പോകാൻ പാടില്ല. പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കഥ ഞാൻ കഴിച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഓക്കെ. ഞങ്ങളുടെ ഭാഷ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? അതെ, ലോകത്തിലുള്ള എല്ലാ ഭാഷകളും സംസാരിക്കാൻ ഞങ്ങൾക്കറിയാം. കമ്പ്യൂട്ടറിലതുപോലെ ഞങ്ങളുടെ മൈൻഡിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഭട്ടാചാര്യ സർ, നിങ്ങൾ പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കൂ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. അയ്യോ വേണ്ട ശിവ, അവർ ഏത് എഞ്ചിനാണ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇവിടെ നിന്ന് പറന്നു പോകാൻ പറ്റില്ല. നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. കൂടാതെ ഇവരുടെ ബോസ് ആരായിരിക്കും? ഭട്ടാചാര്യ സർ, നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്പേസ് ഷിപ്പ് റെഡിയാക്കാൻ നോക്കൂ. അതിനുള്ളിൽ ഇവിടെ എന്തൊക്കെ നടക്കുന്നത് ഞാൻ നോക്കാം. അല്ല, ഇത് കണ്ടില്ലേ? അവര് ഷിപ്പ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. വരൂ, വേറെയും കാര്യങ്ങൾ നോക്കാം. എന്റെ ശിവിയെ വിട്.
ഇവര് മമ്മി എന്നൊക്കെ വിളിക്കോ? അതല്ലേ ഇപ്പൊ നമ്മൾ കേട്ടത്. ഇവർക്ക് എല്ലാ ഭാഷയും അറിയാമെന്ന് തോന്നുന്നു. ഹലോ ഏലിയൻ അങ്കിൾ. അവര് യുഡിയെ കടത്തിക്കൊണ്ടു പോയിരിക്കുകയാണ്. വരൂ, നമുക്ക് ചെന്ന് നോക്കാം. ഓഹോ, ആ ഏലിയൻ രക്ഷപ്പെടാൻ നോക്കുകയാണോ? ഞാൻ ഇപ്പൊ തന്നെ അതിനെ പിടിച്ച് ശിവയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവാ. ഏലിയൻസിന്റെ ഡ്രസ്സോ? ഓഹോ, അതിന്റെ അർത്ഥം ഇവര് ഡ്യൂപ്ലിക്കേറ്റ് ഏലിയൻസ് ആണ്. വേഗം പുറത്ത് കടക്കാൻ നോക്ക്. ഈ കുട്ടികൾ എങ്ങനെയാണ് പുറത്തേക്ക് വന്നത്? നിങ്ങൾ എങ്ങനെയാണ് പുറത്തേക്ക് വന്നത്? ഇവരെ വെറുതെ വിടരുത്. മമ്മി. എന്റെ രേവേ, ശിവയെ ഒരു ഏലിയൻസ് പൊക്കിന്ന് പറഞ്ഞ് നീ എന്തുമാത്രം തിരിച്ചു തല്ലി. ഇനി എന്നെ എന്താ നീ രക്ഷിക്കാത്തെ? എന്നെ താഴെ ഇറക്ക്. എന്നെ താഴെ ഇറക്ക. ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല. എന്നെ താഴെ ഇറക്ക്. ശിവ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ ഏലിയൻസ് ഒക്കെ അമ്മി, അച്ഛ, മമ്മി, അങ്കിൾ എന്നൊക്കെ വിളിക്കുന്നു. ആ അതെ, എനിക്ക് ഈ കാര്യം കേട്ടപ്പോഴാ ഒരു കാര്യം ഓർമ്മ വന്നത്. ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാരെ പേടിപ്പിക്കാനായിട്ടേ ഇങ്ങനത്തെ ഓരോ വേഷങ്ങൾ കെട്ടി വരാറുണ്ടായിരുന്നു. ആളുകൾ കണ്ട് പേടിച്ചോടുമ്പോ അയാൾ ആളുകളുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഓടും. ഒരു ദിവസം ആൾക്കാർ ചുറ്റിനും കൂടി അവനെ വളഞ്ഞ വടി കൊണ്ട് പൊതിരെ തല്ലി. വേദന സഹിക്കാനാവുന്നേ, മമ്മി രക്ഷിക്കേ, മമ്മി രക്ഷിക്കേ. ഇത് കേട്ടപ്പോ ആൾക്കാർക്ക് മനസ്സിലായി പുലിത്തോൽ അണിഞ്ഞ വന്നത് അതൊരു മനുഷ്യനായിരുന്നു എന്ന്. പക്ഷെ അതൊക്കെ നിക്കട്ടെ രേവ, നീ ശിവയെ രക്ഷിച്ചല്ലോ. പക്ഷെ എന്നെ എന്തുകൊണ്ട് രക്ഷിക്കാഞ്ഞ്? ആ മനസ്സിലായി. ഒന്നും മിണ്ടാതിരിക്കാതെ. പക്ഷേ ആദി, യു ആർ ഗ്രേറ്റ്. നീ ഇന്റലിജന്റ് ആണെന്ന് ഇതാ വീണ്ടും തെളിയിപ്പിച്ചിരിക്കുന്നു. ഇന്റലിജന്റ് ഞാൻ പണ്ട് മുതലേ ആണല്ലോ. പക്ഷേ ഇപ്പൊ ഞാൻ എന്താ ചെയ്ത? വേഗം പറ രേവ, ഞാൻ എന്താ ചെയ്ത്? വേഗം പറ. നിന്റെ വാക്ക് കേട്ടപ്പോ തോന്നിയ ഏലിയൻസ് ഒക്കെ ഡൂപ്പുകളാണെന്ന്. അതുകൊണ്ടല്ലേ മമ്മി പപ്പ എന്നൊക്കെ അവര് വിളിക്കുന്നത്. ഇത് വ്യാജ ഏലിയൻസ് ആണ്. യു ആർ റൈറ്റ് രേവ, ഇത് വ്യാജ ഏലിയൻസാ. ഇവരെ പേടിക്കേണ്ട യാതൊരു കാര്യവും നമുക്കില്ല. ഓ, അപ്പൊ ഇവര് ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇവരെ ഒന്ന് പേടിപ്പിക്കട്ടെ. വേണ്ട, എന്നെ തല്ലല്ലേ. ഞാൻ ഒറിജിനൽ ഏലിയൻ അല്ലെന്നേ.
സിംഗ്. അതെ അതെ, അത് ഞങ്ങക്ക് നല്ലോണം മനസ്സിലായി. അതെ, ഞാൻ ലഡ്ഡു സിംഗ് ആണ്, ലഡ്ഡു സിംഗ്. ഹലോ ലഡു സിംഗ് സാറേ, ഇത് എന്തൊരു വേഷം കേട്ടോ. കള്ളന്മാരാണ് ഇവിടെ ഉള്ളവരൊക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ഏലിയൻസ് ആണ് ശിവ. ഈ ഡ്രസ് ഞാനൊരു റൂമിൽ എടുത്തതാ. സോറി ലഡു സിംഗ് സാറേ. അങ്ങനെയാണെങ്കിൽ ആ വേഷം കെട്ടുകൾ ഇവിടെ ഉണ്ടാകുമല്ലോ. വരൂ, ഇനി നമുക്ക് യുഡിയെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങളുടെ ഈ സ്ഥലത്ത് 3 കുട്ടികളില്ലല്ലോ, ആകെ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. പീഡിക്കവരെ. ഇത് വല്ലാത്തൊരു പുലിവാലായല്ലോ. ഈ കുട്ടികളൊക്കെ എവിടുന്ന വന്നത്? അവന്റെ ഒരു ഫൈറ്റ് കണ്ടോ? ബാസ്, ഇത് ആ കുട്ടിയാണ്. സ്പേസ് ഷിപ്പിൽ നിന്നുമാണ് ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതിലൊരു ആൺകുട്ടി ഭയങ്കര മിടുക്കനാണ്. ചെന്ന് എല്ലാവരെയും പിടിച്ചുകൊണ്ടുവാ. വേഗം ചെല്ല്. കൂട്ടത്തോടെ എല്ലാവരെയും ഇവിടെ കൊണ്ടുവന്നിരിക്കണം. ശിവ, ഒരു മിനിറ്റ് നിന്നേ. ഞാൻ ഇപ്പൊ തന്നെ എല്ലാരും പിടിച്ചോണ്ട് വന്നേക്കാം. അവന്മാര് തല്ലുകൊണ്ട് വയ്യാതെ ആയിട്ടുണ്ടാവും. ഇനി അവന്മാർക്ക് നമ്മളോടൊപ്പം ഫൈറ്റ് ചെയ്യാനേ ശക്തി തീരെ ഉണ്ടാവില്ല. യു വെയിറ്റ്, ഐ എം കമ്മിങ്. ഡോണ്ട് വറി യുഡി, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ലഡു സിംഗ് സാറേ, ഇവന്മാരെയൊക്കെ പിടിച്ചു കേട്ട്. ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. കമോൺ, ഹാൻഡ്സ് അപ്പ് എവരിവൺ. ഇതെന്താണ്? വേണ്ട, ബുള്ളറ്റ് വേണ്ട, വേണ്ട. സാർ ഇവിടെ തന്നെ നിൽക്കൂ, ഞാൻ പോയി നോക്കിട്ട് വരാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ യൂഡി. നിങ്ങളും ഞാനൊക്കെ ഒരേ പ്രായക്കാരാ. എന്നെ ഒന്ന് ഇവിടെ നിന്ന് അയച്ചു വിടാമോ? പ്ലീസ് പ്ലീസ്. എന്റെ യുഡി, ഇത് ഞങ്ങളാ. ഏലിയൻസ് പറഞ്ഞ ആരുമില്ല. അപ്പോ ഏലിയൻ ഇല്ലെങ്കിൽ പിന്നെ ഈ വരുന്നതൊക്കെ ആരാണ്? വരൂ കുട്ടികളെ, ഇവിടെ ആകെ കുഴപ്പമാക്കിയല്ലോ നീ. ഓ, അപ്പൊ നിങ്ങളാണ് മിസ്റ്റർ ബദ്നാക്കർ. മര്യാദയ്ക്ക് ആ മാസ്ക് എടുത്ത് മാറ്റ്. കള്ളത്തരയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നിനക്കെങ്ങനെ മനസ്സിലായി ഞാൻ ഭട്നാക്കർ ആണെന്ന്? നിങ്ങൾ ഞൊണ്ടി നടക്കുന്നത് ആ സ്പേസ് ഷിപ്പിൽ കയറുന്ന മുൻപ് തന്നെ ഞാൻ കണ്ടിരുന്നു. ഇവൻ ഭയങ്കര സാധനമാ. വേഗം ചെന്ന് ആ കുട്ടിയെ പിടിച്ചു കെട്ട്. ഇല്ല, ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ട് ഓടിക്കോ. ഷോർട്ട് സർക്യൂട്ട് തുടങ്ങിക്കഴിഞ്ഞു. ഈ സ്പേസ് സ്റ്റേഷൻ ഉടൻ തന്നെ കത്തുന്നതാണ്. ലഡു സിംഗ് സാറേ, വേഗം ഓടിക്കോ. സ്പേസ് ഷിപ്പിലെ ഷോർട്ട് സർക്യൂട്ട് ആയി. വേഗം ഓടിക്കോ.
എന്റെ അമ്മോ ഭട്നാഗർ നീയോ? അതെ അങ്കിൾ, ഏലിയൻസിന്റെ വേഷം കെട്ടി ഇയാൾ നമ്മളെല്ലാവരെയും പേടിപ്പിച്ച് പറ്റിക്കായിരുന്നു. ആനന്ദിനാടോ ഇങ്ങനെയൊക്കെ ചെയ്തത്? നീ നിന്റെ സ്പേസ് ഷിപ്പ് വിൽക്കാൻ സമ്മതിച്ചില്ലല്ലോ. ഏലിയൻസിന്റെ രൂപം ധരിച്ച് നിന്റെ സ്പേസ് ഷിപ്പ് ഹൈജാക്ക് ചെയ്താൽ പിന്നെ ആരും സംശയിക്കില്ലെന്ന് ഞാൻ വിചാരിച്ചു. അറിയോ, കോടിക്കണക്കിന് പണം ഞാൻ ഉണ്ടാക്കിയേനെ. പക്ഷെ ഈ പിള്ളേരെല്ലാം നശിപ്പിച്ചു. ഭട്ടാചാര്യ സാറേ, വേഗം വിട്ടോ, വേഗം. ഓ നോ, ചെയിൻ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. എന്റെ പെർഫെക്റ്റ് പ്ലാൻ എല്ലാം ആ ശിവൻ നശിപ്പിച്ചു കളഞ്ഞു. നോ 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 നോ. ഇനി നിനക്ക് ജയിലിൽ പോയി സുഖമായിരുന്ന് കരയാം, മനസ്സിലായോ? അവിടെ നിന്ന് ഞാൻ ഏലിയൻ ഡ്രസ് ഇടിപ്പിച്ചിട്ട് ഇരുത്തു, കേട്ടോ? താൻ അവിടെ ഏലിയൻ ഡ്രസ് ഇട്ടിട്ട് മുകളിലേക്ക് നല്ലോം പറന്ന് നടന്നോ. ഐ, ഐ. Watch India's largest kids library only on Jio Hotstar. Download the app now.